പ്രസവശേഷം ഒരുപാട് അമ്മമാർ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന പക്ഷേ പുറത്തു പറയാൻ മടിക്കുന്ന ഒരു വലിയ പേടിയുണ്ട്. അതെ, ബാത്റൂമിൽ പോകുന്നതിനെക്കുറിച്ചുള്ള ആ ഭയം. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ആ പേടിയെ എങ്ങനെ ധൈര്യമായി നേരിടാമെന്ന് നമുക്ക് നോക്കാം. ചിലരൊക്കെ തമാശയ്ക്ക് ഇതിനെ രണ്ടാം പ്രസവം എന്നുപോലും വിളിക്കാറുണ്ട്. നിങ്ങൾക്ക് തോന്നുന്ന ആ പേടി അത് വളരെ വളരെ സ്വാഭാവികമാണ്. പക്ഷെ പേടിക്കേണ്ട, ശരിയായ അറിവുണ്ടെങ്കിൽ നമുക്കീ പേടിയെ എളുപ്പത്തിൽ മറികടന്ന് ആത്മവിശ്വാസത്തോടെ ഈ ഘട്ടത്തെ നേരിടാൻ സാധിക്കും. സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, പ്രസവം എന്ന ആ ഒരു വലിയ ശാരീരിക പ്രക്രിയ കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പല സിസ്റ്റങ്ങളും ഒന്ന് പതറിപ്പോകും. അവയുടെ താളമൊന്ന് തെറ്റും. ഈ ബുദ്ധിമുട്ടുകൾക്കെല്ലാം കാരണം അതാണ്. പ്രധാനമായും രണ്ട് പ്രശ്നങ്ങളാണ് ശരീരം നേരിടുന്നത്. ഒന്ന്, മൂത്രസഞ്ചി. നമുക്കതിനെ ഒരു മരവിച്ച ബലൂൺ എന്ന് വിളിക്കാം. രണ്ട്, കുടലിന്റെ പ്രവർത്തനം. അതിനെ ഒരു നിശ്ചലമായ എഞ്ചിൻ എന്നും പറയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് നോക്കാം. പ്രസവസമയത്ത് കുഞ്ഞിന്റെ തല പെൽവിക് ഏരിയയിലൂടെ വരുമ്പോൾ അവിടുത്തെ ഞരമ്പുകളിൽ നല്ല സമ്മർദ്ദം വരും. ഇത് കാരണം ആ ഞരമ്പുകൾക്ക് ഒരു താൽക്കാലിക മരവിപ്പ് സംഭവിക്കും. ഇതിനെയാണ് ന്യൂറോപ്രക്സിയ എന്ന് പറയുന്നത്. ലളിതമായി പറഞ്ഞാൽ, മൂത്രസഞ്ചി നിറഞ്ഞു എന്ന് തലച്ചോറിന് കൊടുക്കേണ്ട സിഗ്നൽ ഈ മരവിപ്പ് കാരണം കിട്ടാതെയാവുന്നു. മൂത്രസഞ്ചി കൃത്യസമയത്ത് ഒഴിക്കാതിരിക്കുന്നത് വെറുമൊരു അസ്വസ്ഥത മാത്രമല്ല, അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. കാരണം നിറഞ്ഞ മൂത്രസഞ്ചി ഗർഭപാത്രത്തിൽ സമ്മർദ്ദമുണ്ടാക്കും. ഇത് ഗർഭപാത്രം ചുരുങ്ങുന്നത് തടയുകയും അമിതമായ രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യും. ഇവിടെയാണ് നമ്മുടെ മനസ്സും ശരീരവും തമ്മിൽ ഒരു വടംവലി നടക്കുന്നത്. മലവിസർജനം നടത്തുമ്പോൾ തുന്നൽ പൊട്ടുമോ എന്ന കടുത്ത പേടി കാരണം ശരീരം സ്വയം പ്രതിരോധിക്കാനായി പെൽവിക് ഫ്ലോർ പേശികളെ നമ്മൾ അറിയാതെ തന്നെ മുറുക്കിപ്പിടിക്കും. ഈയൊരു പ്രതികരണത്തെയാണ് ഗാർഡിംഗ് റിഫ്ലെക്സ് എന്ന് പറയുന്നത്. ശരി, അപ്പോൾ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കാം, ഇതിന്റെ പരിഹാരം. കൃത്യമായ ഈ 6 നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിച്ചാൽ മതി, നിങ്ങൾക്ക് ഈ അവസ്ഥയെ ധൈര്യമായി നേരിടാൻ സാധിക്കും. നിയമം നമ്പർ 1: 6 മണിക്കൂർ. പ്രസവശേഷം ആദ്യത്തെ 6 മണിക്കൂറിനുള്ളിൽ നിർബന്ധമായും മൂത്രമൊഴിച്ചിരിക്കണം. മറ്റ് സങ്കീർണതകൾ ഒഴിവാക്കാൻ ഈ ഒരു ടൈം ഫ്രെയിം വളരെ വളരെ പ്രധാനമാണ്. ഇതൊരു ഡെഡ്ലൈനായി തന്നെ കാണണം. ഒരുപക്ഷെ നിങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ ഒരു മടി തോന്നുന്നുണ്ടാവുമല്ലേ? പേടിക്കേണ്ട, അതിന് ചില എളുപ്പവഴികളുണ്ട്. ബാത്റൂമിലെ ടാപ്പ് തുറന്നിട്ട് വെള്ളമൊഴുകുന്ന ശബ്ദം കേൾക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ജെറ്റ് സ്പ്രേയിൽ നിന്ന് ചെറുചൂടുവെള്ളം യോനി ഭാഗത്തേക്ക് ഒഴിക്കുന്നത് പേശികളെ റിലാക്സ് ചെയ്യാൻ സഹായിക്കും. അതുമല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളത്തിൽ സ്ട്രോ ഇട്ട് പതിയെ ഊതുന്നത് പരീക്ഷിച്ചു നോക്കൂ. നമ്മൾ ടോയ്ലറ്റിലിരിക്കുന്ന രീതിക്ക് വലിയ പ്രാധാന്യമുണ്ട്. സാധാരണ പോലെ 90 ഡിഗ്രിയിലിരിക്കുമ്പോൾ വൻകുടൽ ഒന്ന് വളഞ്ഞിരിക്കും. ഇത് മലവിസർജനം ബുദ്ധിമുട്ടാക്കും. പക്ഷേ കാലിനടിയിൽ ഒരു ചെറിയ സ്റ്റൂളും വെച്ച് കാൽമുട്ടുകൾ ഇടുപ്പിനേക്കാൾ അല്പം ഉയർത്തിവെച്ചാൽ മതി. ഇത് വൻകുടലിനെ നേരെയാക്കുകയും കാര്യങ്ങൾ വളരെ എളുപ്പമാക്കുകയും ചെയ്യും. ഇതൊരു ചെറിയ മാറ്റമാണ്, പക്ഷേ ഫലം വളരെ വലുതായിരിക്കും. ആ തുന്നൽ പൊട്ടുമോ എന്നുള്ള പേടിയില്ലേ, അതും മാറ്റാൻ ഒരു കിടിലൻ ടെക്നിക്കുണ്ട്. മലവിസർജനം നടത്തുമ്പോൾ ഒരു കട്ടിയുള്ള മെറ്റർണിറ്റി പാഡ് എടുത്ത് തുന്നിലുള്ള ഭാഗത്ത് പുറമേ നിന്ന് ചെറുതായി അമർത്തിപ്പിടിക്കുക. ഇത് നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് നൽകും. അതോടൊപ്പം ആ പേടിയും കുറയും. നിയമം നമ്പർ 3: ഇതിന് 2 ഭാഗങ്ങളുണ്ട്. അതിലാദ്യത്തേത് വെള്ളമാണ്. ഒരു കോംപ്രമൈസുമില്ല. ദിവസവും കുറഞ്ഞത് 3 ലിറ്റർ വെള്ളം നിർബന്ധമായും കുടിച്ചിരിക്കണം. വെള്ളം മാത്രം കുടിച്ചാൽ പോരാ, അതിൻ്റെ കൂടെ വേണ്ട ഒന്നാണ് ഫൈബർ. ദിവസവും ഏകദേശം 30 ഗ്രാം ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. വെള്ളവും ഫൈബറും ഒരുമിച്ച് ചേരുമ്പോഴാണ് മലം മൃദുവായി എളുപ്പത്തിൽ പുറത്തുപോകുന്നത്. അപ്പോൾ ഈ 30 ഗ്രാം ഫൈബർ എവിടുന്ന് കിട്ടും? വളരെ എളുപ്പമാണ്. കുതിർത്ത ഇസബ്ഗോളോ സബ്ജ വിത്തുകളോ കഴിക്കാം. റാഗി കുറുക്കിയത്, ഓട്സ്, പാലക്, മേത്തി പോലുള്ള ഇലക്കറികൾ, പിന്നെ ദിവസവും ഒരു കഷ്ണം പഴുത്ത പപ്പായ. ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി. പൈൽസിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ 10 മിനിറ്റ് പ്ലാൻ കൃത്യമായി ഫോളോ ചെയ്യുക. ടോയ്ലറ്റിൽ പോകുന്നതിന് ഒരു 15 മിനിറ്റ് മുൻപ് ഡോക്ടർ തന്ന ക്രീം പുരട്ടുക. ഇരിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫുഡ് സ്റ്റൂളും സ്പ്ലിന്റിംഗ് ടെക്നിക്കും ഉപയോഗിക്കുക. അതിനുശേഷം വൃത്തിയാക്കുമ്പോൾ ജെറ്റ് സ്പ്രേയോ വെറ്റ് വൈപ്പുകളോ മാത്രം ഉപയോഗിച്ച് വളരെ മൃദുവായി ചെയ്യുക. ഡോക്ടർമാർ തരുന്ന സ്റ്റൂൾ സോഫ്റ്റ്നറുകൾ കഴിക്കാൻ പലർക്കും ഒരു പേടിയാണ്, വയറിളകുമോ എന്നൊക്കെ. പക്ഷേ സത്യമതല്ല. ഈ മരുന്നുകൾ ഒരു സ്പോഞ്ച് പോലെയാണ് പ്രവർത്തിക്കുന്നത്. അത് കുടലിലേക്ക് കൂടുതൽ വെള്ളം വലിച്ചെടുത്ത് മലത്തെ മൃദുവാക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു വയറിളക്കുന്ന മരുന്നല്ല, വളരെ സുരക്ഷിതമാണ്. ഇതൊരു പ്രധാനപ്പെട്ട നിയമമാണ്. ടോയ്ലറ്റിൽ 5 മിനിറ്റിൽ കൂടുതൽ നേരം ഇരുന്ന് കഷ്ടപ്പെടരുത്. വന്നില്ലെങ്കിൽ എഴുന്നേറ്റ് കുറച്ചുനേരം നടക്കുക, കുറച്ച് ചെറു ചൂടുവെള്ളം കുടിക്കുക, എന്നിട്ട് കുറച്ചു കഴിഞ്ഞ് വീണ്ടും ശ്രമിക്കുക. കൂടുതൽ നേരം മുക്കുന്നത് പൈൽസ് പോലുള്ള പ്രശ്നങ്ങൾ വഷളാക്കുകയുള്ളൂ.
ഇനി നമുക്ക് കേട്ടുകേൾവിയുള്ള ചില കാര്യങ്ങളിലെ ശരിയും തെറ്റും നോക്കാം. കാരണം തെറ്റായ വിവരങ്ങൾ നമ്മുടെ പേടി കൂട്ടുകയുള്ളൂ. ശാസ്ത്രം എന്താണ് പറയുന്നതെന്നറിയണ്ടേ? വയറ് ചാടാതിരിക്കാൻ വെള്ളം കുടിക്കരുത് എന്നൊക്കെ ചിലർ പറയും. ഇതെത്ര വലിയ തെറ്റാണെന്നോ. സത്യത്തിൽ വെള്ളം കുടിക്കുന്നത് കുറച്ചാൽ മൂത്രത്തിന് കട്ടി കൂടും. ആ മൂത്രം തുന്നലുകളിൽ തട്ടുമ്പോൾ കടുത്ത നീറ്റലുണ്ടാകും. പോരാത്തതിന് കഠിനമായ മലബന്ധത്തിനും ഇത് കാരണമാകും. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുക. നെയ്യ് കഴിച്ചാൽ നല്ല ലൂബ്രിക്കേഷൻ കിട്ടുമെന്നും പപ്പായ കഴിച്ചാൽ തുന്നൽ അലിഞ്ഞു പോകുമെന്നുമൊക്കെ കേട്ടിട്ടുണ്ടാവും. നെയ്യ് കൊഴുപ്പാണ്, അതിൽ ഫൈബർ ഇല്ല. എന്നാൽ പപ്പായയിൽ ധാരാളം ഫൈബറും വെള്ളവും ദഹനത്തിന് സഹായിക്കുന്ന എൻസൈമുകളുമുണ്ട്. അത് മലബന്ധം ഒഴിവാക്കാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ തുന്നലുകളെ ഒരു തരത്തിലും ബാധിക്കില്ല. ഇതാണ് ഏറ്റവും വലിയൊരു പേടി, അല്ലേ? ടോയ്ലറ്റിൽ മുക്കിയാൽ ഗർഭപാത്രം താഴേക്കു വരുമോ എന്നത്. പക്ഷേ നിങ്ങളുടെ ശരീരം അത്ര ദുർബലമൊന്നുമല്ല. ഗർഭപാത്രം വളരെ ശക്തമായ ലിഗമെന്റുകൾ കൊണ്ട് ശരീരത്തിനുള്ളിൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. 1-2 തവണ മുക്കുന്നതുകൊണ്ട് അത് താഴേക്ക് വരില്ല. സ്ഥിരമായി ആഴ്ചകളോളം ബുദ്ധിമുട്ടുമ്പോഴാണ് പ്രശ്നം. അതുകൊണ്ട് പേടിക്കുന്നതിന് പകരം നമ്മൾ നേരത്തെ പറഞ്ഞ വഴികൾ ഉപയോഗിച്ച് മലബന്ധം ഒഴിവാക്കാൻ ശ്രമിക്കുക. ശരി, ഇനിയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനെ റെഡ് ഫ്ലാഗുകൾ എന്നു പറയാം. ഇതിലേതെങ്കിലും ലക്ഷണം കണ്ടാൽ ഒരു മടിയും കൂടാതെ ഉടൻ തന്നെ ഡോക്ടറെ അറിയിക്കണം. 6 മണിക്കൂർ കഴിഞ്ഞിട്ടും മൂത്രമൊഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, മരുന്ന് കഴിച്ചിട്ടും 4 ദിവസമായിട്ടും ടോയ്ലറ്റിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ, മലദ്വാരത്തിൽ നിന്ന് രക്തം വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പനിയോടൊപ്പം മൂത്രമൊഴിക്കുമ്പോൾ കടുത്ത നീറ്റലുണ്ടെങ്കിൽ ഉടൻ വൈദ്യസഹായം തേടണം. അവസാനമായി ഒരു കാര്യം ഓർക്കുക. നിങ്ങളുടെ ശരീരം ഒരു അത്ഭുതമാണ്. അതിന് സ്വയം സുഖപ്പെടാനുള്ള കഴിവുണ്ട്. അതിനെ ശരിയായി പരിപാലിക്കാനും സംരക്ഷിക്കാനുമുള്ള അറിവും വഴികളും ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. അപ്പോൾ ഈ അറിവ് വെച്ച് ഭയമില്ലാതെ മുന്നോട്ടു പോകാൻ നിങ്ങൾ എന്ത് തയ്യാറെടുപ്പാണ് ഇന്ന് തന്നെ തുടങ്ങാൻ പോകുന്നത്? ഒരുപക്ഷെ ടോയ്ലറ്റിൽ വയ്ക്കാനൊരു ഫുഡ് സ്റ്റൂൾ ഓർഡർ ചെയ്യാം. അല്ലെങ്കിൽ നാളെ മുതൽ കഴിക്കേണ്ട ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാം. ചെറിയൊരു തയ്യാറെടുപ്പ് പോലും നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകും. നിങ്ങൾക്കിത് തീർച്ചയായും സാധിക്കും.